Hi students, today we are going to discuss the first module of Complementary Mathematics for S1 Physics and S1 Chemistry. For S1 Physics, the first module is Differentiation with Applications to Physics. The topics are differentiation of products of functions, the chain rule, quotients, implicit differentiation, logarithmic differentiation, Leibniz theorem, special points of a function, especially stationary points, curvature, theorems of differentiations, Rolle's theorem, mean value theorem. For S1 chemistry, the topics are the module is differentiation with application to chemistry, and the topics are the same topics discussed as in S1 physics, that is differentiation of products of functions, chain rule, quotients, implicit differentiation, logarithmic differentiation, Leibniz theorem, special points of a function, especially stationary points, curvature, theorems of differentiation, Rolle's theorem and mean value theorem. അപ്പോൾ നമുക്ക് രണ്ട് ക്ലാസ്സിൻ്റെ S1 ഫിസിക്സിൻ്റെയും S1 കെമിസ്ട്രിയുടെയും കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളാണ് ഡിഫറൻസിയേഷൻ. അതിനകത്ത് പ്രോഡക്റ്റ് മുതലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒരു ബുക്ക് എടുത്ത് +1 +2 പഠിച്ച ഡിഫറൻസിയേഷൻ ഇല്ലേ, അതിൻ്റെ റൂളുകൾ, ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഒരു പേജിൽ എഴുതി വെക്കണം. അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് സ്ക്വയറിൻ്റെ 2x, എക്സ് റൈസ് ടു എന്നിൻ്റെ എന്താണ് n ഇൻറ്റു എക്സ് റൈസ് ടു n-1, സൈൻ എക്സിൻ്റെ കോസ് എക്സ്, അങ്ങനെ ഡിഫറൻസിയേഷൻ കുറേ റൂളില്ലേ, പ്രോഡക്റ്റ് റൂള്, ക്വോഷ്യൻ റൂള്, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് വേണം ഇത് പഠിക്കാൻ പ്രോഡക്റ്റിൻ്റെ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ആദ്യം കൊടുത്തേക്കുന്നത്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ടാൻ എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ ടാൻ എക്സ് രണ്ട് ഫംഗ്ഷനാണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂളാണ്. പ്രോഡക്റ്റ് റൂൾ എന്താ, ഫസ്റ്റ് ഇൻറ്റു, അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ്, പ്ലസ് സെക്കൻഡ് ഇൻറ്റു, അതായത് ടാൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2x. അപ്പം ആൻസർ എഴുതുമ്പം നമുക്ക് തന്നേക്കുന്നതിനെ y എന്ന് വിളിക്കുക. ലെറ്റ് y ഈക്വൽ എക്സ് സ്ക്വയർ ടാൻ എക്സ് dy/dx. ഞാനിപ്പം പറഞ്ഞ രീതിയിൽ പ്രോഡക്റ്റ് റൂൾ വെച്ച് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് 2x ടാൻ എക്സ്, അത്ര എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് എക്സ് റൈസ് ടു 5 കോട്ട് എക്സ് ദ ഹോൾ റൈസ് ടു -8. അപ്പോൾ തന്നേക്കുന്നതിനെ y എന്ന് വിളിക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്, dy/dx. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ളത് എക്സ് പവർ n, അപ്പോൾ എക്സ് റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്തോ n ഇൻറ്റു എക്സ് റൈസ് ടു n-1, n -8 അല്ലേ, അപ്പോൾ -8 ഇൻറ്റു ഈ ഫംഗ്ഷൻ, അതായത് 1 പ്ലസ് എക്സ് റൈസ് ടു 5 കോട്ട് എക്സ് റൈസ് ടു n-1, അപ്പോൾ -8 -1 എന്തോ -9 ഇൻറ്റു, ഇനി എന്താ ചെയിൻ റൂൾ, അകത്തുള്ള എന്തോ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, പ്ലസ് ഇവിടെ എന്താ എക്സ് റൈസ് ടു 5 കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ്, അത് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു, അപ്പം എക്സ് റൈസ് ടു 5 ഇൻറ്റു കോട്ട് എക്സിൻ്റെ എന്തോ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് പ്ലസ് എക്സ് റൈസ് ടു 5ൻ്റെ എന്തോ 5 എക്സ് റൈസ് ടു 4 ഇൻറ്റു കോട്ട് എക്സ്. അങ്ങനെയാണ് അത്. നെക്സ്റ്റ്, സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് കൊസീക്ക് എക്സ്. അപ്പോൾ കൊസീക്ക് ആണ്, COSEC, അതിനെ CSC എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് കൊസീക്ക് എക്സ്, അതിനെ y എന്ന് വിളിക്കുന്നു, dy/dx. അപ്പം സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ എന്താ, പവറായിട്ട് എഴുതുമ്പം റൈസ് ടു 1/2 അല്ലേ, അപ്പോൾ എന്താ n ഇൻറ്റു എക്സ് റൈസ് ടു n-1 ഇല്ലേ, അപ്പോൾ എന്താ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ 1/2 റൂട്ട് എക്സ്. ഓക്കെ, റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തോ 1/2 റൂട്ട് എക്സ്. അപ്പം 1/2 ഇൻറ്റു റൂട്ട് ഇത് തന്നേക്കുന്നത് ഇൻറ്റു, ഇനി ഇതിൻ്റെ എക്സ് ക്യൂബിൻ്റെ എന്താ 3x², കൊസീക്ക് എക്സിൻ്റെ എന്തോ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. ഓക്കെ, പിടി കിട്ടിയോ? ഇവിടെ മൈനസ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
എക്സ് ക്യൂബ് പ്ലസ് 3x² ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എന്താ തന്നേക്കുന്ന y എന്ന് വിളിച്ചു dv/dx. അപ്പോൾ 2 × x³ പ്ലസ് 2x² ദ ഹോൾ റേസ് ടു 1. അത് അങ്ങനെയാണ്. പിന്നെ ബ്രാക്കറ്റിനകത്തുള്ള x³ എന്തോ 3x² പ്ലസ് 2x² എന്തോ 2 × 2x, അതായത് 4x. അപ്പം അങ്ങനെ എഴുതി. അടുത്തത് 5x² മൈനസ് 3 × x³ പ്ലസ് x. അപ്പോൾ പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഡെറിവേറ്റീവ് എഴുതുക. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ രീതിയിൽ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്വസ്റ്റ്യൻ തന്നെ y = എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അതിൻ്റെ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന ഇവിടെ യഥാർത്ഥത്തിൽ dv/dx = എന്ന് പറഞ്ഞ് ഇത് എഴുതാം കേട്ടോ. അടുത്ത സൈൻ √ ഓഫ് 1 + cot x. അതിനെ y എന്ന് വിളിച്ചു. അപ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് cos x. അപ്പോൾ ആൻസർ dv/dx = cos √ ഓഫ് 1 + cot x ഇൻറ്റു ഇനി എന്താ റൂട്ട് ഇതിൻ്റെ എന്താ 1/2 റൂട്ട് ഇത്. ഇനി cot xൻ്റെ എന്തോ മൈനസ് cosec²x. അപ്പോൾ ആ മൈനസ് ആണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യമേ ആ ഡിഫറൻസിയേഷൻ്റെ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എഴുതി വെക്കണം +2 പഠിച്ച് ഒരു പേപ്പറിൽ. എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. നെക്സ്റ്റ് cos³ x/x + x. അതിനെ y എന്ന് വിളിച്ചു dv/dx. അപ്പോൾ ഇതിനെ എന്താ എഴുതാം? ഇത് റേസ് ടു 3. അപ്പോൾ എന്താ പറയുക 3 × cos² x/x + 1 ഇൻറ്റു ഇനി കോസിൻ്റെ എന്തോ സൈന് മൈനസ് സൈന്. അപ്പോൾ അതാ മൈനസ് സൈൻ x/x + 1 പിന്നെന്തോ x/x + 1. അപ്പോൾ കോഷ്യൻ റൂള് ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ആ രീതിയിൽ എഴുതി. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിച്ച് എഴുതും. അപ്പോൾ മൈനസും ക്യാൻസലാക്കി ഈ എക്സ് ഒക്കെ ഇവിടെ ഒന്നിച്ചെഴുതി ഒക്കെ നമുക്ക് പല രീതിയിൽ എഴുതാം. അപ്പം ഇതിനകത്തെ ആൻസേഴ്സ് എല്ലാം ശരിയാവണമെന്നില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുക. ഇവിടെ ഇപ്പം 2 മൈനസ് വന്നു. അപ്പോൾ 2 മൈനസ് അല്ല, സോറി. ഇവിടെ ഇപ്പം എന്താണ് -3 ഉണ്ട്. cos² ഇത് സൈൻസ് ഇത് ചെയ്യുമ്പോൾ എന്തോ എക്സ് മൈനസ് എക്സ്. അപ്പോൾ അത് 0 ആയിപ്പോൾ. 0 + 1. അപ്പോൾ 1/x + 1 ദ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് ഈ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഈ ആൻസർ ശരിയാണ്. നെക്സ്റ്റ് y = cos³ sin 2x. അപ്പോൾ എന്താ cos³ എന്താ 3 × cos² ഓഫ് ഇത്. പിന്നെ sin 2x എന്താ cos 2x × 2. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തോ യഥാർത്ഥത്തിൽ 3 × cos² sin 2x പിന്നെ കോസിൻ്റെ ആണ് മൈനസ് sin 2x പിന്നെ sin 2xൻ്റെ. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. cos³ sin 2x ആകുമ്പം ആദ്യമേ cos³ എന്താ 3 cos² ഇത് പിന്നെ കോസിൻ്റെ. അപ്പം മൈനസ് sin 2x പിന്നെ sin 2xൻ്റെ എന്തോ cos 2x × 2 അങ്ങനെ എഴുതണം. അപ്പോൾ ചെയിൻ റൂളായിട്ട് ഇങ്ങനെ അകത്തോട്ട് കൊടുക്കണം. അടുത്ത sin tan 3x. അപ്പം സൈൻ്റെ എന്തോ cos tan 3x പിന്നെ tan 3xൻ്റെ എന്താ sec² 3x പിന്നെ 3xൻ്റെ 3. അങ്ങനെ ആ രീതിയിൽ ഇത് എഴുതും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. 1 + sin³ x⁵5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 2 × ഈ ടേം ഓക്കെ ഇൻറ്റു
1ൻ്റെ 0 ആണ്. പിന്നെ സൈൻ ക്യൂബിൻ്റെ എന്തു 3 സൈൻ സ്ക്വയർ എക്സ് റേസ് ടു 5, പിന്നെ സൈനിൻ്റെ എന്തു കോസ് എക്സ് റേസ് ടു 5, പിന്നെ എക്സ് റേസ് ടു 5ൻ്റെ 5 എക്സ് റേസ് ടു 4. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ടാൻ റേസ് ടു 4 എക്സ് ക്യൂബ് ഈക്വൽ ടു വൈ. അപ്പോൾ എന്താ 4 ടാൻ ക്യൂബ് എക്സ് ക്യൂബ്, പിന്നെ ടാനിൻ്റെ എന്തു സീക്ക് സ്ക്വയർ എക്സ് ക്യൂബ്, പിന്നെ എക്സ് ക്യൂബിൻ്റെ എന്തു 3x സ്ക്വയർ. Find the derivative of x plus 3 the whole square using first principle and compare the answer using chain rule. അതായത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച്, അതായത് ഇവിടെ പറയുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമേ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്യും. അപ്പോൾ എക്സ് ഉള്ളിടത്തല്ല എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ആവും. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ്, ആ രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്നാ കിട്ടുമെന്നറിയും, ഡെൽറ്റ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഡെൽറ്റ എക്സ്. ബൈ ഒരു ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പോൾ ആ ഡെൽറ്റ എക്സ് വെട്ടിക്കളയുമ്പോൾ എന്താ ഡെൽറ്റ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 നേടും. ഇനി ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. അപ്പോൾ ഇത് പോകുമ്പോൾ ബാക്കി 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് വരും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3. ഇനി നമ്മുടെ അല്ലാത്ത രീതിയിൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് മുമ്പേ ചെയ്ത രീതിയിലാകുമ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് 3, രണ്ട് സെയിം ആൻസർ അല്ലേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തുവെന്ന് മനസ്സിലായോ? നമുക്ക് എഫ് ഓഫ് എക്സ് തരും. അപ്പം നമ്മൾ എന്തോ ചെയ്യേണ്ടത്, എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് ചെയ്യുന്നു. എന്നിട്ട് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആ വാല്യൂ ചെയ്യുന്നു. ഓക്കെ, ആ രീതിയിൽ ചെയ്യണം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ എക്സ്പോണൻഷ്യൽ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ഇ റേസ് ടു എക്സ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്തോ dy by dx is equal to x square into e raised to x plus e raised to x into 2x. അങ്ങനെ ആ രീതിയിൽ എഴുതാം. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇവിടെ ഇപ്പം dy by dx ഒന്നും എഴുതിയിട്ടില്ല, അങ്ങനെ വേണം എഴുതാൻ. അല്ലാതെ ദിസ് വാല്യൂ ഈക്വൽ ടു എന്നും പറഞ്ഞ് ഇങ്ങനെ എഴുതരുത് കേട്ടോ. എക്സ് സൈൻ എ എക്സ്, അപ്പോൾ അതിനെ y എന്ന് വിളിച്ചു. പ്രോഡക്റ്റ് റൂൾ എക്സ് ഇൻറ്റു കോസ് എ എക്സ് ഇൻറ്റു എ പ്ലസ് സൈൻ എ എക്സ് ഇൻറ്റു 1. ഓക്കെ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ പരീക്ഷയ്ക്ക് സിമ്പിൾ ആകത്തുള്ളൂ. ഇ റൈസ് ടു എ എക്സ് സൈൻ എ എക്സ് ടാൻ ഇൻവേഴ്സ് എ എക്സ്, അതിനെ y എന്ന് വിളിച്ചു. എന്നിട്ട് ഇവിടെ എന്താ പ്രോഡക്റ്റ് റൂളാണ്, 3 ടേം വന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ഒറ്റ ഫംഗ്ഷനായിട്ട് എടുക്കുക. അപ്പം ഒന്നി അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒന്നാമത്തെയും 2ഉം 3ഉം കൂടെ ഒന്നിച്ച്. അപ്പോൾ ഇ റൈസ് ടു എ എക്സ് ഫസ്റ്റ് ഇൻറ്റു, അപ്പോൾ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്. അപ്പം ബ്രാക്കറ്റ് ഇട്ടത് അത് പ്രോഡക്റ്റ് റൂൾ എന്തോ സൈൻ എ എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തോ 1/1 പ്ലസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്നിട്ട് അടുത്തതിൻ്റെ, അങ്ങനെ ആ രീതിയിൽ ചെയ്ത് ഈ ഉത്തരം കിട്ടും. ഞാൻ പറഞ്ഞ മെത്തേഡ് മനസ്സിലായി. 3 വരുവാണെങ്കിൽ 2 ഒന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ട് അത് ഒന്നാമത്തെ ഫംഗ്ഷനും മറ്റേ രണ്ടാമത്തെ ഫംഗ്ഷനും വെച്ച് ചെയ്തിട്ട് പിന്നെ ആ ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. അടുത്ത ലോഗ് എ റൈസ് ടു എക്സ് പ്ലസ് എ റൈസ് ടു മൈനസ് എക്സ്. അപ്പോൾ ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ത് 1/, ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ 1/, ഇത്. ഇനിയും എ റൈസ് ടു എക്സിൻ്റെ എന്തുവാ എ റൈസ് ടു എക്സ് ലോഗ് എ പ്ലസ് എ റൈസ് ടു മൈനസ് എക്സിൻ്റെ എന്തു മൈനസ് എ റൈസ് ടു മൈനസ് എക്സ് ലോഗ്. അടുത്ത എക്സ് ബൈ എ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പം അത് കോഷ്യൻ റൂൾ. അപ്പം ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ആ രീതിയിൽ ചെയ്യണം. അടുത്ത എക്സ് ബൈ 1 മൈനസ് എക്സ് ദ ഹോൾ റൈസ് ടു ഹാഫ്. അപ്പോൾ അവിടെ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ്
ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ എന്തോ വേണം? ആദ്യമേ ആ ഇക്വേഷൻസ് എല്ലാം പഠിക്കണം. അതിനാണ് ആദ്യമേ ആ ഇക്വേഷൻസ് എല്ലാം ഒന്നിച്ച് എഴുതാൻ പറഞ്ഞത്. 3x² + 2x + 1 ബൈ 8x² - 4x + 2. അത് മുമ്പേ പറഞ്ഞു. ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. എന്നിട്ട് അത് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്യാൻസലാക്കി നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് എളുപ്പമാണ്. ഇതിൻ്റെ sec²x-ൻ്റെ 2sec(x) ഇൻറ്റു sec(x)ൻ്റെ ഇൻറ്റു sec(x tan x) ആ രീതി. 1/log(x)ൻ്റെ അപ്പോൾ log(x) raised to -1 ആണ്. അപ്പം -1/log(x) ഇൻറ്റു log(x)ൻ്റെ എന്ത് 1/x ആ രീതിയിൽ. പിന്നെ x raised to x-ൻ്റെ ഈക്വൽ ടു y എന്ന് കൊടുത്തേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചോണം. അത് +2 പഠിച്ച ക്വസ്റ്റ്യനാണ്. x raised to x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ആദ്യമേ y = x raised to x, രണ്ട് സൈഡിൽ log എടുത്തു. അപ്പോൾ log y = x log x. എന്നിട്ട് ഡെറിവേറ്റീവ് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുത്തു. അപ്പം log y-യുടെ ഡെറിവേറ്റീവ് 1/dydx ഈക്വൽ ടു ഇനി x log x-ൻ്റെ പ്രോഡക്റ്റ് റൂൾ വെച്ച് x × 1/x പ്ലസ് അങ്ങനെ എഴുതുന്നു. എന്നിട്ട് ഈ y ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഇപ്പുറത്ത് കൊണ്ടുവരുന്നു തിരിച്ച് അതിനെ x raised to x എന്ന് വിളിക്കുന്നു. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x raised to sin x പ്ലസ് sin x raised to x. അപ്പോൾ അത് വിളിക്കുന്നു. ഇങ്ങനെ ഒരു പവർ റേസ് ടു വേറൊരു പവർ വരുവാണെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷനെ റേസ് ടു വേറൊരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ നമ്മൾ ലോഗ് ഇട്ട് വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ തന്നേക്കുന്നതിനെ ഒരു പേര് വിളിക്കുന്നു, എന്നിട്ട് ലോഗ് വെച്ച് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ രണ്ട് ഫംഗ്ഷനും സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ u എന്നും v എന്നും വിളിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുവാണേ. തന്നെ താനൊന്ന് ചെയ്യണേ. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ഒരു ഫംഗ്ഷനെ റേസ് ടു വേറൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡിൽ ലോഗ് എടുത്തിട്ട് തിരിച്ച് ആ യുവിന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഇതാണ്. ഇനി അടുത്തത് ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f of x is equal to e raised to x if x less than 0 and 1 if x equal to 0 is not differentiable at x equal to 0. ഇപ്പോൾ മൂന്നെണ്ണം ഉണ്ട്. x less than 0, x equal to 0, x greater than 0. ഇപ്പോൾ ഡിഫറൻഷ്യബിൾ ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0യുടെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f of x minus f of 0/x minus 0 ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു റൂള് ഓർത്ത് വെക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1/x. അതിൻ്റെ ഉത്തരം 1 ആണ്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കാൻ റൈറ്റ് ഡിഫറൻഷ്യബിൾ ലെഫ്റ്റ് ഡിഫറൻഷ്യബിൾ ചെയ്തിട്ട് ഈക്വൽ ആണെന്ന് നോക്കിയാൽ മതി. ഇവിടെ റൈറ്റ് ഡിഫറൻഷ്യബിൾ, അതായത് റൈറ്റ് ഡിഫറൻഷ്യബിൾ എന്ന് വെച്ചാൽ 0യുടെ റൈറ്റിൽ നിന്ന് വരിക. അപ്പോൾ നമ്മൾ പോസിറ്റീവും, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 0യും എക്സും എടുക്കുന്നത്. അതുകൊണ്ടാണ് f of x-ൻ്റെ സ്ഥാനത്ത് e raised to -h എന്നായി. ഓക്കെ. ഇനി ലെഫ്റ്റ് ഡെറിവേറ്റീവ് ആകുമ്പം f of x എന്ന് വെച്ചാൽ x ലെസ് ദാൻ 0യ്ക്ക് ഏത് വാല്യൂ ആയിരുന്നു? e raised to x ആയിരുന്നു. ആ വാല്യൂ ഇട്ടാണ് ചെയ്യുന്നത്. രണ്ടും ഇവിടെ തന്നെ കിട്ടി. അല്ല, ഒന്ന് -1 എന്നും ഒന്ന് 1 എന്നും കിട്ടി. അപ്പോൾ ലെഫ്റ്റ് ഡെറിവേറ്റീവ് റൈറ്റ് ഡെറിവേറ്റീവും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. ഇനി അടുത്ത ഒരു പാരാമെട്രിക് ഫോം തന്നേക്കുവാണ്. എക്സ് എന്ന് പറയുന്നത് t-2a/t+2, y എന്ന് പറയുന്നത് 2t/t+1. ടിയുടെ വാല്യൂ -∞ +∞ കളയ്ക്കുകയാണ്. അങ്ങനെ ഷോ ദാറ്റ് ഇറ്റ് ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. അപ്പോൾ dy/dx കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ x ഈസ് എ ഫംഗ്ഷൻ ഓഫ് t, y ഈസ് എ ഫംഗ്ഷൻ ഓഫ് t. അപ്പം y = 2t/t+1. അപ്പം y ഈസ് എ ഫംഗ്ഷൻ ഓഫ് t ആയതുകൊണ്ട് dy/dt ചെയ്തു. അപ്പോൾ dy/dt ചെയ്തപ്പം ഇങ്ങനെ കിട്ടി. ഇനി എക്സ് എഴുതി. എക്സ് ഫംഗ്ഷൻ ഓഫ് t ആയതുകൊണ്ട് dx/dt അത് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നത്? രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് dy/dx കിട്ടി. dy/dx ഇങ്ങനെ കിട്ടി.
അപ്പോൾ ഇതൊരു സ്ക്വയർ നമ്പർ അല്ലേ, അപ്പം നോൺ നെഗറ്റീവാണ്, എപ്പോഴും നോൺ നെഗറ്റീവാണെന്ന് അങ്ങനെ പറയാം. ഓക്കെ. If 2y plus sin y plus 5y equal to x raised to 4a plus 4x cube plus 2pi, show that dy by dx 16 at x equal to 1. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതിനെ മൊത്തത്തിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2 dy by dx പ്ലസ് cos y dy by dx പ്ലസ് 0 ഈക്വൽ ടു 4x ക്യൂബ് പ്ലസ് 12x സ്ക്വയർ പ്ലസ് 0. എന്നിട്ട് dy by dx കോമൺ എടുത്ത് അതെല്ലാം കൂടെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് എക്സിന് 1 ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ ആൻസർ കിട്ടും, 16 എന്ന് കിട്ടും. ഷോ ദാറ്റ് 4x സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് 4x dy by dx പ്ലസ് 4x സ്ക്വയർ പ്ലസ് 3y ഈക്വൽ ടു 0 ഹാസ് എ സൊല്യൂഷൻ ഓഫ് ദ ഫോം എക്സ് റൈസ് ടു എക്സ് സൈൻ എക്സ്. ഇവിടെ തന്നേക്കുന്നത് എന്തുവാ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണോ ഇതെന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് ചെയ്യണം, ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ വെച്ചിട്ട് അതിനെ y എന്ന് വിളിച്ചിട്ട് dy by dxും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഈക്വൽ ടു 0 കിട്ടുന്നോ നോക്കിയാൽ. ഓക്കെ, അപ്പം y എഴുതുന്നു, dy by dx പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുന്നു, ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറും പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ വെട്ടി കളയുമ്പോൾ നമുക്ക് എന്നാ കിട്ടിയെന്നറിയോ, 0 എന്ന് കിട്ടി. അങ്ങനെ ആ രീതിയിൽ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, എല്ലാം ഒന്നും പറയുന്നില്ല. എക്സ് ക്യൂബ് പ്ലസ് എക്സ് വൈ മൈനസ് 2x ഈക്വൽ ടു 1 dy by dx കണ്ടുപിടിക്കാനാണ്. അപ്പം മൊത്തത്തിൽ ഈക്വേഷൻ്റെ മൊത്തത്തിൽ ഇത് ഇംപ്ലിസിറ്റ് ഫോം ആണ്. അപ്പോൾ ഇംപ്ലിസിറ്റ് ഫോം ആണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് dy by dx കോമൺ എടുത്താൽ മതി, എന്നിട്ട് അത് ഒരു സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു dy by dx പ്ലസ് y ഇൻറ്റു 1 മൈനസ് 2 ഈക്വൽ ടു 0, എന്നിട്ട് dy by dx എന്ന് പറഞ്ഞ് എഴുതുക. ഈ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ എന്താ പ്രോഡക്റ്റ് എക്സ് സ്ക്വയർ ഇൻറ്റു dy by dx പ്ലസ് y ഇൻറ്റു 2x പ്ലസ് 3x ഇൻറ്റു 3y സ്ക്വയർ dy by dx പ്ലസ് y ക്യൂബ് ഇൻറ്റു 3 മൈനസ് 1 ഈക്വൽ ടു 0. എന്നിട്ട് dy by dx കോമൺ എടുത്തു, എന്നിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഡെറിവേറ്റീവ്സിൻ്റെ ഇക്വേഷനൊക്കെ, ആ ഇക്വേഷൻസ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് +2 പഠിക്കുന്ന ഇക്വേഷനുണ്ട്, അതല്ലാതെ എക്സ്ട്രാ കുറച്ച് ഇക്വേഷനുണ്ട് ഓർത്തിരിക്കാൻ വേണ്ടി. അത് നോക്കിക്ക്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എക്സ് റൈസ് ടു എൻ എ മൈനസ് എ റൈസ് ടു എൻ എ ബൈ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 ആണ്. ഫോർ എക്സാമ്പിൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 3 എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ബൈ എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് എന്തുവാ, നമ്മൾ n 2 ആയിട്ട് എടുത്ത്, അപ്പോൾ 2 ഇൻറ്റു 3 റൈസ് ടു 2 മൈനസ് 1 ആ രീതി ചെയ്യണം. അടുത്ത ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് 1 ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സ് 1 ആണ്. ഇനി ഡി എഫ് ബൈ ഡി എക്സിനെ നമുക്ക് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാം. പിന്നെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എഫ് ഫംഗ്ഷൻ ഓഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് ഡി എഫ് ബൈ ഡി എക്സ് ആണ്. അത് ഇവിടെ പറഞ്ഞതിൻ്റെ ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 delta f by delta x, where delta f is small change in f corresponding to a change delta x in x. Find a question ആണ്, find the derivative of x raised to n with respect to first principle. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ആണ്.
അപ്പോൾ എഫ് പ്ലസ് ഡെൽറ്റ എഫ് കണ്ടുപിടിക്കണം. അതിതാണ് ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എന്തുവാ? ഈ വാല്യൂ മൈനസ് എഫ് ആണ്. അപ്പോൾ ഈ വാല്യൂ മൈനസ് എഫ് ആണ്. ഇനി ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എക്സ് എന്തുവാ? അതേ വാല്യൂ ബൈ ഡെൽറ്റ എക്സ്. ഇങ്ങനെ എഴുതി. ഇവിടെ ഡെൽറ്റ എക്സിനെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് എന്ന് എഴുതി. എന്നിട്ട് രണ്ട് സൈഡിൽ ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് കൊടുത്തപ്പം എന്താ കിട്ടും? എക്സ് റൈസ് ടു എൻ മൈനസ് ഓക്കെ എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ ബൈ എ മൈനസ് ബി അല്ലേ? അത് മുമ്പ് ആദ്യമേ കണ്ടോ ഇതല്ലേ? എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആ രീതിയിലാക്കി. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി സൈൻ എ എക്സിൻ്റെ ഈ രീതിയിൽ എഫിനെ സൈൻ എ എക്സ് എന്ന് വിളിക്കുന്നു. എഫ് പ്ലസ് ഡെൽറ്റ എഫ് സൈൻ എ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഡെൽറ്റ എഫ് എന്ന് വെച്ചാൽ ഇതിലാണ് മൈനസ് ചെയ്യുക. എന്നിട്ട് ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എക്സ് ആ രീതിയിൽ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് സൈൻ എ മൈനസ് സൈൻ ബി ഫോമാണ്. അപ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി എന്തോ എഴുതാം? 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2 കോസ് എ പ്ലസ് ബി ബൈ 2 ആ രീതിയിൽ അതിനെ അങ്ങനെ എഴുതിയിട്ട് രണ്ട് സൈഡിലും ഡെൽറ്റ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ലിമിറ്റ് കൊടുക്കുന്നു. നമുക്ക് ഇതിൻ്റെ അറിയാൻ വാല്യൂ ആണ്. അപ്പോൾ എന്താ? 2 ഇൻറ്റു എ ഇൻറ്റു ഇതിൻ്റെ ലിമിറ്റ് കോസ് എ എക്സ് ഇൻറ്റു 1/2 ആ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടും. അതേപോലെ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സൈനിൻ്റെ ആകുമ്പോൾ ഇത് ഇപ്പോൾ കോസിൻ്റെ വരുവാണെങ്കിൽ കോസ് എ മൈനസ് കോസ് ബി മൈനസ് 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2 വെച്ച് ഇതേ രീതിയിൽ ചെയ്യണം. ടാനിൻ്റെ അതേപോലെ തന്നെ ടാനിൻ്റെ നമ്മൾ സൈൻ ബൈ കോസ് എന്ന രീതിയിൽ എഴുതുന്നു. ഓക്കെ, ടാൻ ഉള്ളിടത്തെല്ലാം സൈൻ ബൈ കോസ്, ഇവിടെ ടാൻ എ എക്സിൻ്റെ അവിടെ സൈൻ എ എക്സ് ബൈ കോസ് എ എക്സ്. എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതുന്നു. എന്നിട്ട് ക്യാൻസലാക്കി ഈ രീതിയിൽ. എന്നിട്ട് ഡെൽറ്റ എഫ് എക്സും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡി എഫ് ബൈ ഡി എക്സ് ഇങ്ങനെ കിട്ടും. അതേ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഓരോന്ന് ചെയ്യണം കേട്ടോ. കോട്ട് എ എക്സ് ഉണ്ട്, സി കെ എക്സ് ഉണ്ട്, ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇ റൈസ് ടു എ എക്സിൻ്റെ ആ രീതിയിൽ ഇ റൈസ് ടു എഫ് പ്ലസ് ഡെൽറ്റ എഫ് എന്തോ ഇ റൈസ് ടു എ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. എന്നിട്ട് ഡെൽറ്റ എഫ് എന്ന് വെച്ചാൽ ഇത് മൈനസ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എക്സ് ചെയ്യുന്നു. ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സിൻ്റെ ലിമിറ്റ് ടെൻസ് ടു 0 ആകുമ്പോൾ 1 ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ലോഗ് എ എക്സിൻ്റെ അപ്പം നമുക്കറിയാം ലോഗ് എ ബൈ ബി എന്ന് വെച്ചാൽ ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. ലോഗ് എ ബി എന്ന് വെച്ചാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ആവശ്യം വന്നത് ലോഗ് 1 പ്ലസ് എക്സ് ബൈ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ചെയ്യുമ്പോൾ 1 എന്ന് ആൻസർ കിട്ടും. ഈ മെത്തേഡ് ചെയ്യാനുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഉണ്ട്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എഫ് ഫിസിക്കൽ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അപ്പോൾ സൈൻ എഫ് എന്ന് വെച്ചാൽ എക്സ് ബൈ എ. എക്സ് എന്ന് വെച്ചാൽ എന്തോ എ സൈൻ എഫ്. അപ്പോൾ എക്സ് കിട്ടിയേ. ഇനി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്യുന്നു. അതിൽ നിന്ന് ഡെൽറ്റ എക്സ് ചെയ്യുന്നു. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എഫ് ചെയ്യുന്നു. എന്നിട്ട് ലിമിറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ കോസ് ഇൻവേഴ്സിൻ്റെ ഉണ്ട്. ഇതെല്ലാം തന്നെത്താൻ ചെയ്യണേ. നമുക്കെല്ലാം പറഞ്ഞാൽ ഒരുപാട് സമയം പോവും. ടാൻ ഇൻവേഴ്സിൻ്റെ ഉണ്ട്. ഈ ഇതിനകത്തൊക്കെ വരുന്ന ട്രിഗ്നോമെട്രിക്ക്. അപ്പോൾ ആദ്യത്തെ പേജിൽ നമ്മൾ ഡിഫറൻസിയേഷൻ എഴുതുന്നതിൻ്റെ കൂട്ട് നിങ്ങൾ ഒന്നിച്ചങ്ങ് എഴുതി വെച്ചു. ഇൻ്റഗ്രേഷൻ്റെ ഒന്നിച്ച് എഴുതി വെക്കാം. ഈ ട്രിഗ്നോമെട്രിയുടെ മെയിൻ റിസൾട്ട് എല്ലാം ഒന്നിച്ച് വെച്ചാൽ നമുക്ക് 4 സെമ്മിലെ മാത്സിനും ഇതേപോലെ ചെയ്യാം. കാരണം ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷനും വെക്ടർ, മൾട്ടിപ്പിൾ ഇൻ്റഗ്രൽ ഇതെല്ലാം അടുത്ത സെമ്മുകളിലൊക്കെ പഠിക്കാനുണ്ട്.
ഡെറിവേറ്റീവ്സ് കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0 ആണ്. എക്സ് റൈസ് ടു എന്നിൻ്റെ n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1 ആണ്. ഇ റൈസ് ടു എക്സിൻ്റെ ഇ റൈസ് ടു എക്സ് ആണ്. ലോഗ് എക്സിൻ്റെ 1/x ആണ്. സൈൻ എക്സിൻ്റെ കോട്ട് എക്സ് ആണ്. കോസ് എക്സ് ആണ്. കോസ് എക്സിൻ്റെ മൈനസ് സൈൻ എക്സ് ആണ്. ടാൻ എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ് ആണ്. കോട്ട് എക്സിൻ്റെ മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. സീക്ക് എക്സിൻ്റെ സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. കൊസീക്ക് എക്സിൻ്റെ മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ് ആണ്. 1/xൻ്റെ മൈനസ് 1/x സ്ക്വയർ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ 1/x പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ മൈനസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. സീക്ക് ഇൻവേഴ്സിൻ്റെ 1/x റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ മൈനസ് 1/x ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. സൈൻ എച്ച് എക്സിൻ്റെ കോസ് എച്ച് എക്സ് ആണ്. കോസ് എച്ച് എക്സിൻ്റെ സൈൻ എച്ച് എക്സ് ആണ്. ടാൻ എച്ച് എക്സിൻ്റെ സീക്ക് സ്ക്വയർ എക്സ് ആണ്. അതേപോലെ തന്നെ സൈൻ എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെ 1/√1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. കോസ് എച്ച് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/√x സ്ക്വയർ മൈനസ് 1 ആണ്. എ റൈസ് ടു എക്സിൻ്റെ എ റൈസ് ടു എക്സ് ലോഗ് എ ആണ്. പിന്നെ പ്രോഡക്റ്റ് റൂള് കോഷ്യൻ റൂള് ഒക്കെ കണ്ടു. പ്രോഡക്റ്റ് റൂൾ എന്ത്? ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കോഷ്യൻ റൂൾ എന്തോ? ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതെല്ലാം നമ്മുടെ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളില്ലേ, അതുപയോഗിച്ച് നമുക്ക് ഇങ്ങനെ നോക്കാം. അങ്ങനെയാണ് ഈ ആൻസറൊക്കെ കിട്ടുന്നത് കേട്ടോ. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങളത് എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രമേ മാത്സിന് വല്ലതും ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയിൻ റൂൾ ഞാൻ പറഞ്ഞു. ഒന്നിൻ്റെ അകത്ത് വരുവാണെങ്കിൽ ആദ്യത്തെ വെളിയിലുള്ള ചെയ്തിട്ട് പിന്നെ അകത്ത് ചെയ്ത് അങ്ങനെ പോവാണ്. എഫ് ഓഫ് ജി എക്സിൻ്റെ ആണെങ്കിൽ ആദ്യമേ വെളിയിലുള്ള എഫ്, അപ്പോൾ എഫ് ഡാഷ് ഓഫ് ജി എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിൻ്റെ എന്തു? ജി ഡാഷ് ഓഫ് എക്സ്. ആ രീതിയിലാണ് എഴുതുന്നത്. ഇവിടെ ജി ഡാഷ് ഓഫ് എക്സ് ഇത് ഇൻറ്റു ആണ്, ആ രീതിയിലാക്കിക്കണം. അതാ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ആദ്യമേ ആ എഫ് ഓഫ് ജി ഓഫ് എക്സിനെ ഫൈ എന്ന് വിളിച്ചു. 5 പ്ലസ് ഡെൽറ്റ ഫൈ ബൈ എക്സ് അങ്ങനെ ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് ചെയ്യുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു എ ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് 1 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ്. അതായത് ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും സെയിം ആയാൽ മതി. പിന്നെ ഫൈൻഡ് ദ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പം വൈ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുത്ത് ഡി വൈ ബൈ ഡി എക്സ്. എന്നിട്ട് എന്തെങ്കിലും പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് ഇപ്പം തന്നേക്കുവാണ് 2 - 1. ഇപ്പം എക്സിന് 2ഉം വൈക്ക് -1 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂ പറയാം. ഓക്കെ, find dy by dx if x cube plus y cube equal to 3xy, equation of a tangent at which tangent is horizontal. ടാൻജൻറ്റ് ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ അതിൻ്റെ സ്ലോപ്പ് 0 ആണ്, അതായത് ഡി വൈ ബൈ ഡി എക്സ് 0 ആണ്. ഓക്കെ, വെർട്ടിക്കൽ എന്ന് വെച്ചാൽ ഡി വൈ ബൈ ഡി എക്സ് നോട്ട് ഡിഫൈൻഡ്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഡി വൈ ബൈ ഡി എക്സ് 0 ആകുമ്പോൾ, അതായത് ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ y മൈനസ് എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു 0. അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എപ്പോഴാണ് ഹൊറിസോണ്ടൽ ആവുന്ന ആ പോയിന്റ് കിട്ടും.
0 0യും 2⁻1/3 2⁻2/3. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ തന്നെത്താൻ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് പിന്നെ d² കണ്ടുപിടിക്കുക. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ലെബനിസ് തിയറം എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റ് റൂള്. അതിനു വേണ്ടി നമ്മുടെ കോമ്പിനേഷനകത്തെ ഒരു കാര്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. NCR പ്ലസ് NCN-R. സോറി, NCR എന്ന് വെച്ചാൽ NCN-R ആണ്. അടുത്ത ഇതെന്ന് വെച്ചാൽ NCR പ്ലസ് NCR-1 എന്ന് വെച്ചാൽ N+1 CR ആണ്. ലെബനിസ് തിയറം പറയുന്നത് യുവും വി രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എന്ത് ഡെറിവേറ്റീവ്. അപ്പോൾ യു വിയുടെ എന്ത് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ UN_V പ്ലസ് NC1 UN-1 V1. ഈ V1 എന്ന് വെച്ചാൽ വിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, V2 എന്ന് വെച്ചാൽ വിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ്. ആ രീതിയിൽ ഇത് പഠിക്കണം. എന്നിട്ട് അതിൻ്റെ പ്രൂഫാണേ. പ്രൂഫിന് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം ഉപയോഗിച്ചത്. അപ്പോൾ പ്രൂഫിന് വേണ്ടി ഇൻഡക്ഷൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. n=1 കാര്യം n=k അസ്യൂം ചെയ്തിട്ട് n=k+1 പ്രൂവ് ചെയ്യുന്നത്. ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത അതൊക്കെ വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. x³ sin x-ൻ്റെ തേർഡ് ഡെറിവേറ്റീവ്. ഇപ്പം ലെബനിസ് തിയറം നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുവാണെങ്കിൽ ലെബനിസ് തിയറം uv എന്ത് ഡെറിവേറ്റീവ് UN പ്ലസ് അങ്ങനെ എഴുതിയിട്ട് വേണം. u എന്താ v എന്താണ് എഴുതിയിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് തെറ്റത്തില്ല. അപ്പം അങ്ങനെയാണ് എന്ത് ഡെറിവേറ്റീവ്. സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ആദ്യമേ ലെബനിസ് തിയറം എഴുതുക, എന്നിട്ട് u എന്താ, v എന്താ, n എന്താന്ന് എഴുതുക, എന്നിട്ട് നേരെ അങ്ങ് എഴുതുക. അങ്ങനെ എഴുതിയ ഉത്തരം തെറ്റത്തില്ല. അത് വെച്ച് ചെയ്യാനുള്ള, ലെബനിസ് തിയറം വെച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. നിങ്ങൾ തന്നെത്താൻ ചെയ്യുക. എന്നിട്ട് അത് വെച്ചുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതാണ്. y എന്ന് പറയുന്നത് e⁻⁻x² ആണ്. ഷോ ദാറ്റ് dy/dx -2xy. And hence show that y n+1 the derivative plus 2xy n the derivative plus 2n y n-1 derivative equal to 0. അപ്പം y dy/dx കിട്ടി. അപ്പം y1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതിൻ്റെ n ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ y n+1 യഥാർത്ഥത്തിൽ. അപ്പം -2y × xy. അപ്പോൾ അത് xyയും yxും സെയിം ആയതുകൊണ്ട് അത് തിരിച്ചെഴുതിയിട്ട് അതിൻ്റേതായ രീതിയിൽ അത് ചെയ്യും. അത് 0 എന്ന ആൻസർ കിട്ടും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കണം. ഈ sin−1x² y sin−1x², അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. അപ്പം y sin−1x² dy/dx ചെയ്യുന്നു. എന്നിട്ട് ഇത് അപ്പുറത്തെ സൈഡിൽ കൊണ്ട് ഇങ്ങനെ കിട്ടുന്നു. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു, ഇങ്ങനെ കിട്ടുന്നു. ഇനിയും ഡെറിവേറ്റീവ് എടുക്കുന്നു. രണ്ട് സൈഡ് dy/dx ക്യാൻസൽ ചെയ്ത് ഇങ്ങനെ നമുക്ക് കിട്ടാം കേട്ടോ. അത് ചെയ്ത് നോക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റാണ്. ഈ ലെബനിസ് തിയറത്തിന് എന്ത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റാണ്. അതും ഇപ്പം പറഞ്ഞ രീതിയിൽ എഴുതണം. യൂസിങ് ലെബനിസ് തിയറം ഉപയോഗിച്ചാണെങ്കിൽ ആ ലെബനിസ് തിയറം ആ uv എന്ത് ഡെറിവേറ്റീവ് ഒക്കെ പരീക്ഷയ്ക്കൊന്ന് എഴുതി വെക്കണം. നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും അത് എഴുതിയാൽ അതിൻ്റെ മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനും അതേപോലെ തന്നെയാണ്. അത് ഇതുപോലെ ചെയ്യണം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. MG യൂണിവേഴ്സിറ്റിയിലെല്ലാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്.
അപ്പം y is equal to സൈന് എം സൈൻ ഇൻവേഴ്സ് എടുക്കുന്നു, ഡി വൈ ബൈ ഡി എക്സ് ചെയ്യുന്നു, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു, എന്നിട്ട് ബാക്കി തന്നേക്കുന്ന രീതിയിൽ ഇത് ചെയ്താൽ മതി. ഇനി സ്റ്റേഷനറി പോയിന്റ് x equal to a is called a stationary point of minimum if f of x increases on both side of x. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇൻക്രീസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ സ്റ്റേഷനറി പോയിന്റ് ഓഫ് മാക്സിമം ഇവിടെ കൂടിയിട്ട് കുറഞ്ഞെങ്കിൽ സ്റ്റേഷനറി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ അവിടെയൊക്കെ സ്റ്റേഷനറി പോയിന്റിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാക്സിമം, സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പം നേച്ചറാണ് ചോദിച്ചേക്കുന്നത്. y is equal to 3x cube minus 2x square minus 36x minus 2 dy by dx ചെയ്യുന്നു, d square by dx square ചെയ്യുന്നു. അപ്പോൾ എന്താ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി dy by dx equal to 0. അപ്പോൾ ഈ ഇക്വേഷനെ ഈക്വൽ ടു 0 എല്ലായിടത്തെയും 6 വെട്ടിക്കളയുമ്പോൾ x square minus x minus 6 അത് ചെയ്യുമ്പോൾ നമുക്ക് x equal to minus 2ഉം x equal to 3ഉം കിട്ടി. ഇനി ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, അതിനകത്ത് എക്സിന് 3 എന്നും എക്സിന് -2 ഇട്ട് കൊടുക്കുക. അതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് മിനിമം, നെഗറ്റീവ് കിട്ടുവാണെങ്കിൽ മാക്സിമം, ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഫ്ലക്ഷൻ. അപ്പം ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ഇപ്പം തന്നേക്കുന്ന ഇക്വേഷൻ y ആണ്. ഡി വൈ ബൈ ഡി എക്സും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറും കണ്ടുപിടിക്കുന്നു. ഡി വൈ ബൈ ഡി എക്സിന് 0 കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അത് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിനകത്ത് എക്സിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കുക. പ്ലസ് ആണെങ്കിൽ മിനിമം, മൈനസ് ആണെങ്കിൽ മാക്സിമം, 0 ആണെങ്കിൽ ഇൻഫ്ലക്ഷൻ. ആ രീതിയിൽ ചെയ്യണം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളുടേതായ രീതിയിൽ അത് ചെയ്യുക, എന്നിട്ട് ശരിയാണോ എന്ന് നോക്കുക. ഫൈൻഡ് ദ മിനിമം വാല്യൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തുവാ ഈ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കുക, എന്നിട്ട് എക്സിൻ്റെ വാല്യൂ കിട്ടുക. എക്സ് 0 - 2 1. എന്നിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവിനകത്ത് എക്സിന് ആ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. മിനിമം വാല്യൂ എന്ന് വെച്ചാൽ എന്തുവാ ആ മിനിമം കിട്ടുന്നതിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിന് കൊടുക്കുന്ന ആ വാല്യൂ എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈക്കകത്ത് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ എക്സ് 2 ആ മിനിമം എന്ന് കിട്ടിയാൽ ഇതിനകത്ത് എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ആൻസർ കിട്ടുമല്ലോ. ആ ആൻസറാണ് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഇനി കർവേച്ചർ ഉണ്ട്. അപ്പോൾ കൺസിഡർ ദ ഫംഗ്ഷൻ y ഈക്വൽ എഫ് ഓഫ് എക്സ്. പിയും ക്യൂവും രണ്ട് നൈബറിങ് പോയിന്റ്സ് ആണ്, പി ക്യൂ. On the graph y equal fx, let the tangent at p makes an angle theta. അങ്ങനെ അത് ചെയ്യുമ്പം നിങ്ങൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വെച്ചാൽ ടാൻ തീറ്റ ആണ്. ഇവിടെ കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, സർക്കിൾ ഓഫ് കർവേച്ചർ ഒക്കെ പറയുന്നുണ്ട്. കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. 1 + dy by dx the whole square the whole raised to 3/2 by d square by dx square equal to rho ആണ്. C is the circle of a center of the circle which approximates the curve. This circle is called circle of curvature. Center is called center of curvature and radius is called radius of curvature. അപ്പം അത് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുക. ഇനി റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ റെസിപ്രോക്കലിനെയാണ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻ പഠിച്ചിട്ട് ഓരോ ക്വസ്റ്റ്യനും ചെയ്ത് നോക്കിയാൽ മതി. ക്യാറ്റിനറിയുടെ ഉണ്ട്. അപ്പോൾ അത്
y equal to എഴുതി dy by dx d square by dx square എന്നിട്ട് ഈക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതാണ് റോ. ഇനി കർവേച്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ റെസിപ്രോക്കൽ 1/ρ. ഇനി റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം +2 പഠിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് തിയറമാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, അത് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യുക, പ്രൂഫ് ഒന്നും വേണ്ട. ഇപ്പോൾ റോൾസ് തിയറം, if f of x is continuous on closed interval a b and differentiable on open interval a b and f of a is equal to f of b. ഇപ്പോൾ റോൾസ് തിയറത്തിൻ്റെ കണ്ടീഷനാണ് എഫ് ഓഫ് എക്സ് ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്തും എഫ് ഓഫ് എക്സ് ക്ലോസ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇൻ്റർവൽ എ ബി ഡിഫറൻഷ്യബിൾ ആണ്. അത്രയും ശരിയാണ്. റോൾസ് തിയറത്തിന് ഈ കണ്ടീഷൻ വരും. ഇങ്ങനാണെങ്കിൽ നമുക്കൊരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ സാധിക്കും. എവിടെ? എയ്ക്കും ബിക്കും ഇടയ്ക്ക്. സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. ഇനി മീൻ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ് ഇൻ്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി, then there exists a point C in AB such that f dash of C is equal to f of B minus f of A by B minus A. ഓക്കെ, ഇനി റോൾസ് തിയറത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നോക്കാം. +2 പഠിച്ച അതേ പ്രോബ്ലംസ് തന്നെയായിരിക്കും. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു കോസ് എക്സ് ഇൻ π/2 3π/2 ഇൻ്റർവൽ. അപ്പം ഈ ഇൻ്റർവെല്ലിൽ ഇത് കണ്ടിന്യൂസ് ആണ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്, അത് ഡിഫറൻഷ്യബിളും ആണ്. ഇനി എഫ് ഓഫ് π/2 എഫ് ഓഫ് 3π/2 രണ്ടും ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അന്നേരം എന്തുവാ? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നല്ലേ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന എപ്പോഴാണ്? സൈൻ എക്സ് 0 ആവുന്നത്. സൈൻ എക്സ് 0 ആവുന്ന എപ്പോഴാണ്? 0യ്ക്കും πയ്ക്കും. അപ്പോൾ 0യ്ക്കും πയ്ക്കും ഇതിനകത്ത് ഏതാണ് π/2 3π/2ൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത്? 0 ആണോ π ആണോ? π ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു π ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. വേരിഫൈ റോൾസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം എഴുതണേ. നമ്മൾ റോൾസ് തിയറം ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ ഓർത്ത് വെക്കുക. ജി ഓഫ് എക്സ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ മൈനസ് എക്സ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. ഓക്കെ, ഇനി എഫ് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് ഈ ജിയും കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. ജി ഓഫ് എയും ജി ഓഫ് ബിയും കണ്ടുപിടിക്കുക. ജി ഓഫ് ബി ചെയ്യുമ്പോൾ 0, ജി ഓഫ് എ ചെയ്യുമ്പോൾ 0. അപ്പോൾ ജി ഓഫ് എ ഈക്വൽ ടു ജി ഓഫ് ബി കിട്ടി. അങ്ങനെ റോൾസ് തിയറം വെച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു എലമെൻറ്റ് ജി ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0. ജി ഡാഷ് ഓഫ് സി ചെയ്യുന്നത് എന്തുവാ? നമ്മുടെ യഥാർത്ഥത്തിൽ എഫ് ഡാഷ് ഓഫ് സി തന്നെയാണ് കിട്ടുന്നത്. ഇത് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഒരു 3-4 പ്രാവശ്യം എഴുതി പഠിക്കണേ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി മീൻ വാല്യൂ തിയറം വേരിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാം. ഇനി റിപ്പീറ്റഡ് റൂട്ടൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സ് ഈസിക്കൽ ആൽഫ ഒറ്റ റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഫാക്ടർ, ആൽഫ 2 പ്രാവശ്യം വരുവാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ അത് ഹോൾ സ്ക്വയർ ആവും ഫാക്ടർ. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ റിപ്പീറ്റഡ് റൂട്ട് ഉണ്ടെങ്കിൽ ആൽഫ എഫ് ഓഫ് എക്സിൻ്റെ റൂട്ടാണെങ്കിൽ ആൽഫ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെയും റൂട്ടാകും. ആ രീതിയിൽ അത് ചെയ്ത് നോക്കണം. സോൾവ് യൂസിങ് റോൾസ് തിയറം ഒക്കെ ചോദിക്കാം റിപ്പീറ്റഡ് റൂട്ടിൻ്റെ. അപ്പോൾ എഫ് ഓഫ് എക്സ് എഴുതുന്നു, ആൽഫ അതിൻ്റെ ഒരു റിപ്പീറ്റഡ് റൂട്ടാണെന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ആൽഫ റിപ്പീറ്റഡ് റൂട്ടാണെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ ഒരു റൂട്ടാണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 1/3 മൈനസ് 1/3 കിട്ടി. അപ്പോൾ അതിലെ റിപ്പീറ്റഡ് റൂട്ട് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യമേ ആൽഫ ഈക്വൽ ടു -3 വെച്ച് ചെയ്യുന്നു.
അത് എഫ് ഓഫ് എക്സിനകത്ത് ഇട്ട് കൊടുത്തു 0 എന്ന് കിട്ടി. അപ്പോൾ അത് റിപ്പീറ്റഡ് റൂട്ടാണ്. മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം വെരിഫൈ ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ചോദിക്കാൻ ചാൻസ് കൂടുതൽ കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം ചോദിക്കാം. പിന്നീട് റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, സ്റ്റേറ്റ്മെൻറ്റ് അത് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ നമ്മുടെ ലെബനിസ് തിയറത്തിൻ്റെ എന്ത് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫോർത്ത് ഡെറിവേറ്റീവ് അങ്ങനെ ജനറൽ ക്വസ്റ്റ്യനും അല്ലാത്തൊക്കെ ഉണ്ടല്ലോ, അത് ചോദിക്കാം. പിന്നെ ചുമ്മാ അത് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ y തന്നിട്ട് dy/dx x⁻x തന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് അങ്ങനെയൊക്കെ ചോദിക്കാം. ഇത് നമ്മുടെ പോർഷൻ്റെ ഒരു ചെറിയ ഭാഗമാണ്, ഒരു ക്യാപ്സ്യൂൾ ഫോമാണ്. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളെ പഠിപ്പിക്കുന്ന അനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യനേലും എക്സ്ട്രാ ചെയ്താൽ നമുക്ക് അത്രയും കൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്താണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മെയിൻ ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ റിലേ ഹോബ്സൺ ബെൻസിൻ്റെ മാത്തമാറ്റിക് മെത്തേഡ്സ് ഫോർ ഫിസിക്സ് ആൻഡ് എൻജിനീയറിംഗ് പറഞ്ഞ ബുക്കുണ്ട്. ആൻറ്റോൺ ബിവൻസ് ഡേവിസിൻ്റെ കാൽക്കുലസ് ഉണ്ട്. അപ്പോൾ അതിനകത്തെ സെക്ഷൻ 2, അതായത് ചാപ്റ്റർ 2 പ്രിലിമിനറി കാൽക്കുലസ്, അതിനകത്തെ ഡിഫറൻസിയേഷൻ ഫ്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മൾ മുമ്പ് കണ്ടില്ലേ, എഫ് ഓഫ് എക്സ് എ പ്ലസ്, ഈ ഇക്വേഷനൊക്കെ ഓർക്കുന്നുണ്ടോ? അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഈ രീതി ചെയ്യാനുള്ളത്. പിന്നെ ഡിഫറൻസിയേഷൻ്റെ മെയിൻ റിസൾട്ടുകൾ, പ്രോഡക്റ്റിൻ്റെ കാര്യമാണ് നമുക്ക് തുടങ്ങുന്നത്. അപ്പോൾ x³ sin x അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ചെയിൻ റൂള്, ഡിഫറൻസിയേഷൻ ഓഫ് കോഷ്യൻ്റ് റൂള്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, അതായത് ഇങ്ങനെ വരുവാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ചെയ്ത ലോഗരിതമിക് ഡിഫറൻഷ്യൽ, അപ്പോൾ അതായത് പവറായിട്ട് ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ലോഗ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ലെബനിസ് തിയറം, ഓക്കെ. സ്പെഷ്യൽ പോയിൻറ്റ്സ്, നമ്മുടെ സ്റ്റേഷനറി പോയിൻ്റ്, മാക്സിമം മിനിമം, അങ്ങനത്തെ കാര്യങ്ങൾ, ഗ്രേറ്റർ ദാൻ 0, ലെസ് ദാൻ 0, ഈക്വൽ ടു 0 ഇല്ലേ, ആ കാര്യങ്ങൾ. കർവേച്ചറിൻ്റെയൊക്കെ ഡെഫിനിഷനും ആ ഇക്വേഷൻസും ഒക്കെ ഒന്ന് പഠിക്കുക, അത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ റോൾസ് തിയറം. അപ്പം റോൾസ് തിയറത്തിൻ്റെ ജോമെട്രിക്കൽ മീനിങ് എന്ന് വെച്ചാൽ സ്ലോപ്പ് 0 ആയിട്ട് വരുന്നത് ഒരു പോയിന്റിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. മീൻ വാല്യൂ തിയറത്തിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നമ്മുടെ എൻഡ് പോയിന്റും ബിഗിനിങ് പോയിന്റും ഇല്ലേ, അത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിന് പാരലായിട്ട് ഒരു സ്ലോപ്പ് ഒരു പോയിന്റ് കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും, അറ്റ്ലീസ്റ്റ് 1 പോയിന്റ്. പിന്നെ അതിൻ്റെ വെരിഫൈയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്രയൊക്കെയാണ് ഈ മോഡ്യൂളിലുള്ളത്. ഇൻ്റഗ്രേഷൻ ഒക്കെ നമ്മൾ അടുത്ത ഇതിൽ പറയുന്നു. പിന്നെ എല്ലാവരും ഈ ടെക്സ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കണേ. അതിൻ്റെ ഓരോ ചാപ്റ്റർ, ഇപ്പോൾ ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2ൻ്റെ ഏറ്റവും അവസാനം കണ്ടോ എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതിലെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ ഇത് മാക്സിമം ഒക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തോ ചോദിച്ചാലും ഫുൾ മാർക്ക് നമുക്ക് വാങ്ങിക്കാം. താങ്ക് യു.